കന്നുകാലികളുടെ വിപണനവും കശാപ്പും നിരോധിച്ച വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി സംസ്ഥാനം. കേന്ദ്ര നിയമം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നതും നിയമനിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങളാണ് കേരളം ആലോചിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യത്തിൽ നാളെ സർക്കാർ തീരുമാനമെടുക്കും. കേരളീയരുടെ ഭക്ഷണകാര്യം കേരളീയർ തന്നെ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പ്രതിസന്ധി മറികടക്കാൻ 3 കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ നിയമനിർമ്മാണം കേരളം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. ഒപ്പം നിയമനിർമ്മാണവും സംസ്ഥാനം ആലോചിക്കുന്നു. അഭിപ്രായ സമന്വയത്തിന് സർവകക്ഷി യോഗം വിളിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മന്ത്രി കെ രാജു നാളെ മുഖ്യമന്ത്രിയെ കാണും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം സംസ്ഥാനം അംഗീകരിക്കില്ലെന്ന് മന്ത്രി കെ രാജു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അധികാരത്തിൽ കടന്നുകയറി കേന്ദ്രം നടത്തിയ നിയമനിർമ്മാണത്തിൽ പ്രധാനമന്ത്രി പ്രതിഷേധം അറിയിക്കും. നിയമം പിൻവലിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. കേന്ദ്രം നടത്തിയ നിയമനിർമ്മാണം നിലനിൽക്കുന്നതല്ല. തൊഴിലെടുക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് കേന്ദ്ര നിയമമെന്നും മന്ത്രി കെ രാജു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കേരളീയരുടെ ഭക്ഷണക്രമം കേരളീയർ തന്നെ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. നാഗ്പൂരിൽ നിന്നല്ല കേരളത്തിലെ ഭക്ഷണക്രമം തീരുമാനിക്കേണ്ടത്. കേരളത്തിന്റെ ഭക്ഷണക്രമം എന്താകണമെന്ന് ഡൽഹിയിൽ നിന്നോ നാഗ്പൂരിൽ നിന്നോ മനസ്സിലാക്കേണ്ട ആവശ്യം കേരളീയർക്കില്ല. അതായത് ഇവിടെ തന്നെ പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന ഭക്ഷണക്രമം ഇന്ന് കേരളത്തിലെ ശരാശരി മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചതൊക്കെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് കൂടിയാണ്. അപ്പൊ ആ കേരളത്തോട് നിങ്ങൾ ഭക്ഷണക്രമം മാറ്റണം എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ RSS അജണ്ടയാണ് നടപ്പാക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണെന്നും കോടിയേരി വ്യക്തമാക്കി. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാൻ നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും. ഈ നിയമത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്. ദേശീയ തലത്തിൽ തന്നെ പരിശോധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെക്കുറിച്ച് പാർട്ടി കാണുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാട്ടിറച്ചി വിൽപ്പന പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതോടെ കോഴിയിറച്ചി കഴിഞ്ഞ 6 വർഷത്തെ ഉയർന്ന വിലയിലാണ്. കോഴിയിറച്ചി കിലോയ്ക്ക് 200 മുതൽ 200 ഇന്നത്തെ വില. റംസാൻ കാലമായതോടെ കോഴിയിറച്ചിക്ക് ഡിമാൻഡ് കൂടിയിരുന്നു. ഇതിനിടെയാണ് അറവുശാലകളെ പ്രതിസന്ധിയിലാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങിയത്. ഇതോടെ കോഴിവില കഴിഞ്ഞ 6 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. കോഴിയിറച്ചിക്ക് 200 മുതൽ 230 രൂപ വരെയും തൂവലോടുകൂടിയ കോഴിക്ക് 140 മുതൽ 150 രൂപ വരെയും വില ഉയർന്നിട്ടുണ്ട്. വില ഇനിയും ഉയർന്നേക്കുമെന്ന് കോഴിക്കച്ചവടക്കാർ പറയുന്നു. ബീഫിന്റെ ആശങ്ക തീർച്ചയായിട്ടും ബാധിക്കും. നല്ല എഫക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ബീഫ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനും മട്ടനും മീനും എല്ലാ സാധനവും വില കൂടുകയും ചെയ്യും. പിന്നെ ബീഫിന് വില കൂടി ബീഫിന് ആവശ്യം വരുന്ന ബീഫ് കിട്ടേണ്ടവരാ, അപ്പോഴും കോഴിക്ക് വില കൂടും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോഴിവില 8 വർഷത്തെ കുറഞ്ഞ നിരക്കിലെത്തിയിരുന്നു. ജലക്ഷാമം രൂക്ഷമായതോടെ ഫാമുകൾ അടഞ്ഞതും വിലവർധനവിന് കാരണമായി. KT സാലിഹ്, മലപ്പുറം. LDF സർക്കാർ 1 വർഷം പൂർത്തിയാക്കുമ്പോൾ വൻ വികസന കുതിപ്പിലാണ് കണ്ണൂർ ജില്ല. വിമാനത്താവളവും അഴീക്കൽ തുറമുഖവും പണി പൂർത്തിയാക്കുന്നതോടെ കണ്ണൂരിന്റെ വികസന പ്രവർത്തനവും പൂർണ്ണമാകും. കണ്ണൂർ ജില്ലയിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന മുന്നേറ്റത്തിനാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയുടെ വികസനത്തിന് വൻ കുതിപ്പ് കൈവരിക്കാനാകും. അഴീക്കൽ പോർട്ടിന്റെ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്കു ഗതാഗത മേഖലയിലും കുതിച്ചുചാട്ടമുണ്ടാകും. കണ്ണൂർ ജില്ലയിൽ പൊതുവിലും കണ്ണൂർ നഗരത്തിൽ പ്രത്യേകിച്ചും ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കുന്ന പദ്ധതികൾക്കാണ് കഴിഞ്ഞ 2 ബജറ്റുകളിലായി സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത്. തലശ്ശേരി മാഹി ബൈപ്പാസ്, കണ്ണൂർ പട്ടണവുമായി ബന്ധപ്പെട്ട് 2 ബൈപ്പാസുകൾ, ചൊവ്വ മേൽപ്പാലം, താഴെ ചൊവ്വ അണ്ടർപാസ്, വിമാനത്താവള റോഡുകൾ ഇവ പ്രധാനമാണ്. 3500 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മലയോര ഹൈവേയുടെ പ്രധാന ഭാഗങ്ങളും കണ്ണൂർ ജില്ലയിലൂടെയാണ് കടന്നുപോകുന്നത്. 128 കോടിയുടെ റോഡ് അനുബന്ധ പദ്ധതികളും കണ്ണൂർ ജില്ലയ്ക്കായി അനുവദിച്ചു. വിദ്യാർത്ഥികൾക്ക് കൈത്തറി യൂണിഫോം വിതരണം ചെയ്യുന്നത് വഴി ജില്ലയിലെ കൈത്തറി മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 13.5 കോടി രൂപ ചെലവിൽ 11,223 പേർക്ക് പുതിയ കണക്ഷനും അനുവദിച്ചു. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച മിഷന്റെ ഭാഗമായും അല്ലാതെയുമുള്ള
എല്ലാ വികസന പദ്ധതികളും കണ്ണൂരിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ജില്ലയിൽ ഭിന്നശേഷി സൗഹൃദം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി 774 പേർക്ക് സൗജന്യ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി പദവിയിലേക്ക് ഉയർത്തുന്നതിനായി 76 കോടി രൂപയും അനുവദിച്ചു. അഴീക്കൽ തുറമുഖത്തിന്റെ പ്രവൃത്തികൾക്കായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 498 കോടി രൂപയും അനുവദിച്ചിരിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഭുവനേശ്വറിൽ കന്നുകാലി കച്ചവടക്കാർക്ക് ക്രൂരമർദ്ദനം. മതിയായ രേഖകളുണ്ടായിട്ടും പശുക്കളെ കടത്തിയെന്നാരോപിച്ചായിരുന്നു സംഘപരിവാറിന്റെ ക്രൂരമർദ്ദനം. കൊച്ചുവേളി ഗുവാഹത്തി എക്സ്പ്രസ് ഭുവനേശ്വർ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ ഗോസംരക്ഷകർ എന്ന പേരിൽ ട്രെയിൻ തടഞ്ഞു നിർത്തി ഡയറി ഫാം ജീവനക്കാരെ ആക്രമിച്ചത്. കന്നുകാലി കടത്തൽ നടത്തുന്നുണ്ടെന്ന വിവരം കിട്ടിയാണ് തങ്ങൾ വന്നതെന്നായിരുന്നു ഇവരുടെ അവകാശവാദം. ട്രെയിനിലെ പാഴ്സൽ കമ്പാർട്ട്മെന്റിൽ നിന്നും 20 പശുക്കളെ ഇവർ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ പശുക്കളെ അധികൃതരുടെ അനുമതിയോടെ നിയമപരമായി തന്നെ ഡയറി ഫാമിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പശുക്കളുമായി പോയവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. തമിഴ്നാട്ടിലെ സേലത്തുള്ള ഫാമിൽ നിന്നും മേഘാലയയിലെ ഡയറി ഫാമിലേക്ക് കൊണ്ടുപോകുന്ന കറവ പശുക്കളായിരുന്നു ഇവ. എന്നാൽ ഈ വിശദീകരണങ്ങളൊന്നും കേൾക്കാതെ പശുക്കളുമായി പോയ ഡയറി ഫാമിലെ 2 ജീവനക്കാരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരാക്കുകയായിരുന്നു. കൂടാതെ 2 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ഭോപ്പാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്ക് ആളെ കൂട്ടിയത് ദിവസക്കൂലി നൽകി. റാലിക്കെത്തിയ 1 ലക്ഷത്തോളം പേർക്ക് 500 രൂപ വീതം ദിവസക്കൂലി നൽകിയത് സ്വച്ഛ് ഭാരത് ഫണ്ടിൽ നിന്നാണ്. റാലി വിജയിപ്പിക്കാൻ പൊതുഖജനാവിൽ നിന്നും പണം ചിലവഴിച്ചത് വിവാദമായിരിക്കുകയാണ്. ഈ മാസം 15-ന് നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനമായ അമർഗഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വൻ റാലി സംഘടിപ്പിച്ചത്. പരിപാടി വിജയിപ്പിക്കാൻ മധ്യപ്രദേശ് സർക്കാർ ദിവസക്കൂലിക്ക് ആളെ ഇറക്കി. നർമ്മദ സേവായാത്ര എന്ന പേരിൽ നടത്തിയ റാലിക്ക് 33 ജില്ലകളിൽ നിന്നായി എത്തിയ 50,000-ഓളം പേർക്ക് ദിവസക്കൂലിയായി 500 രൂപ വീതമാണ് നൽകിയത്. സംസ്ഥാന ഗതാഗത വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ സൗജന്യമായി ബസ് യാത്രയും ഏർപ്പാടാക്കി. ഇതിനായി 5300 ബസ്സുകൾ ഉപയോഗിച്ചു. ആളെ കൂട്ടാൻ ചിലവാക്കിയ ഭീമമായ തുക കണ്ടെത്തിയത് പൊതുഖജനാവിൽ നിന്ന്. സ്വച്ഛ് ഭാരത് ഫണ്ടിൽ നിന്ന് പണമെടുത്താണ് റാലിക്കെത്തിയവർക്ക് 500 രൂപ വീതം നൽകിയത്. ഔദ്യോഗിക രേഖകളിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായി പണം ചിലവഴിച്ചതെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. പരിപാടിക്ക് ആളെ കൂട്ടാൻ പൊതുഖജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ചത് വിവാദമായിരിക്കുകയാണ്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മധ്യപ്രദേശ് പ്രതിപക്ഷ നേതാവ് അജയ് സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൈന്യത്തിനെതിരായി താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. താൻ പറഞ്ഞത് അഫ്സ്പയ്ക്കെതിരെയാണെന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ദുർവ്യാഖ്യാനിക്കുന്നതാണ്. പട്ടാളത്തിനെതിരായിട്ടൊരു പ്രസ്താവനയും ഞാൻ നടത്തിയിട്ടില്ല, പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. പട്ടാളം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഒരു സേനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സേന. അത് നമുക്കെല്ലാം അഭിമാനമുള്ളൊരു കാര്യമാണ്. എന്നാൽ പട്ടാള നിയമം വിവിധ പ്രദേശത്ത് നടപ്പിലാക്കുകയും ആ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചത്. അഫ്സബ നടപ്പാക്കിനെതിരായിട്ടാണ് ഞാൻ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ബിജെപിക്കെതിരെ മഹാസഖ്യമുണ്ടായേക്കുമെന്ന് CPI. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ ഐക്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായേക്കുമെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു. As a measure, as a broad platform which can fight against this type of onslaught, masses should be moved, and I hope the other political parties in the country will respond to such a thing and make the people also to move. A meeting of the leaders of the national and regional political parties who are opposed to BJP will not bring such a confidence among the masses. This meeting of day before yesterday at Delhi is the beginning of such confidence building measures, and we hope this will continue in the future also. വിഴിഞ്ഞം കരാർ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് പരിശോധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി സർക്കാരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്നും CAGയുടെ വിമർശനത്തെ ഗൌരവമായി പഠിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്? വിശദാംശങ്ങൾ.
ഗ്രീഷ്മ 2011-16 കാലയളവിൽ കേരളം ഭരിച്ച സർക്കാരിന്റെ പാപഭാരമാണ് ഇപ്പോൾ LDF സർക്കാർ ഏറേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്. ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത പലതുമാണ് അന്ന് നടന്നത്. നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് അന്ന് കാണാൻ സാധിച്ചത്. ഭരണം ഉപയോഗിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ സാധൂകരിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാണാൻ സാധിച്ചുവെന്നും അതിന്റെ തുടർച്ചയായിട്ടാണ് ചില ഉദ്യോഗസ്ഥർ ഈ നടപടി കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിന് ശേഷമാണ് അദ്ദേഹം വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതി ഗവൺമെന്റിന് മേൽ അടിച്ചേൽപ്പിച്ച ഒരു ബാധ്യതയായിട്ടാണ് അതിനെ കാണുന്നത്. CAG റിപ്പോർട്ട് വിമർശനത്തെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ഇത് ജനങ്ങൾക്ക് വളരെയധികം ആശങ്കകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ വന്ന CAG റിപ്പോർട്ടിനെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന ആവശ്യമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുൻപോട്ട് പോകുന്നതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടി വരികയുള്ളൂ എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് ആലപ്പുഴയിൽ പറഞ്ഞത്. ഗിരീഷ്, വിഴിഞ്ഞം കരാറിനെക്കുറിച്ച് ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരൾച്ചയെ അതിജീവിച്ച് സംസ്ഥാനത്തെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കർഷകർ മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടത്. കുഴൽക്കിണറുകൾ വരെ വറ്റിയതോടെ വാഹനങ്ങളിൽ പണം കൊടുത്ത് വെള്ളമെത്തിച്ച് നടത്തിയ കൃഷി നഷ്ടമാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഇവർ. 2 മാസം മുമ്പ് കേരളത്തിലെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കാഴ്ച ഇതായിരുന്നു. കടുത്ത വരൾച്ചയിൽ 115 ഏക്കർ സ്ഥലത്തെ പച്ചക്കറി കൃഷിയാണ് ഇവിടെ കരിഞ്ഞുണങ്ങി നശിച്ചത്. കൃഷി ജീവിതചര്യയാക്കിയ കർഷകർ പകച്ചു നിൽക്കുന്നതിനു പകരം പരീക്ഷണവും കഠിനാധ്വാനവും പുറത്തെടുത്തു. അതിന്റെ ഫലമാണ് പച്ച പുതച്ച ഈ തോട്ടങ്ങൾ. കുഴൽക്കിണറുകൾ വരെ വറ്റിവരണ്ടതോടെ വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നെന്ന് കർഷകനായ പരമേശ്വരൻ പറഞ്ഞു. ബോർവെല്ലിൽ വെള്ളം നമുക്ക് കുറച്ച് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അരമണിക്കൂർ കിട്ടും പറയണത് ബോർവെല്ലിൽ ഒന്നും ഇല്ലാതായി. മഴ പെയ്യാത്ത കാരണം നമ്മൾ വെള്ളം വേറെ ആരിൻ്റെ അടുത്താണ് ഉള്ളത് പറഞ്ഞാൽ ബോറിൽ നിന്ന് കാശ് കൊടുത്ത് ബേറലിന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷനിലാക്കിയിരിക്കുന്നത്. കിട്ടിയ വെള്ളം സംരക്ഷിക്കാനും കള ഒഴിവാക്കാനും മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ നടപ്പാക്കിയും നടത്തിയ പരീക്ഷണവും വിജയം കണ്ടു. ചെലവേറിയ ഇത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ജലസേചന പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടെന്ന് കർഷകനായ പ്രസാദ് പറഞ്ഞു. ബോർവെല്ല് അടിച്ചാൽ തന്നെ വെള്ളം കിട്ടാത്തൊരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുക. കുരിയാറുകുറ്റി, കാരപ്പാറ അങ്ങനെയുള്ള ചെറിയ ജലസേചന മാർഗങ്ങൾ ഇങ്ങനെ എത്തിച്ചാൽ വരും വർഷങ്ങളിലെങ്കിലും ഈ ഹൈടെക് ഗ്രാമം ഉണങ്ങാതെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് പോലും വേനൽ മഴയെത്താത്തത് വിളവെടുപ്പ് വൈകിക്കുന്നുണ്ട്. എങ്കിലും ജൂൺ ആദ്യവാരത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം AK ലതീഷ്.